പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾ വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനായി തയ്യാറായിരിക്കുകയാണ് അഞ്ജലി. ഇതോടെ പ്രഭയും അതുപോലെ തന്നെ അരവിന്ദും ചെയ്തു വെച്ച 25 ലക്ഷത്തിന്റെ തട്ടിപ്പ് മനസ്സിലാകുകയാണ് അഞ്ജലി. കാര്യങ്ങൾ ഇതോടെ അഞ്ജലി പുറത്തു പറയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അരവിന്ദും അതുപോലെ തന്നെ അരവിന്ദിന്റെ ഭാര്യയും കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇതേ സമയം 25 ലക്ഷം രൂപ കാണാനില്ല എന്നുള്ള കാര്യം വിശ്വനാഥനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഞ്ജലി. ഇതോടെ വിശ്വനാഥൻ എന്താണ് ഓഡിറ്റിങ്ങിൽ പറ്റിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ അരവിന്ദിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മിസ്റ്റേക്ക് ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ, ക്യാഷിന്റെ ഡീലിങ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു, അക്കൗണ്ടിൽ യാതൊരു മിസ്റ്റേക്കും വരാൻ സാധ്യതയില്ല. ഇത് കേൾക്കുന്ന അഞ്ജലി അങ്ങനെയല്ല, 25 ലക്ഷം രൂപയുടെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വിശ്വനാഥൻ ഞാൻ എന്തായാലും ഫയലുകൾ ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ അരവിന്ദ് പ്രഭയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നും 25 ലക്ഷം രൂപയുടെ തിരിമറി നിന്റെ അച്ഛൻ അറിയുകയാണ് എങ്കിൽ നമ്മളെ ഇവിടെ ഇനി നിർത്തുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ആ പൈസ തിരികെ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്ന അരവിന്ദ് ഇതേ തുടർന്ന് പ്രഭയെ നിർബന്ധിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന അഞ്ജലി പ്രഭയോട് അടിച്ചു മാറ്റിയ പൈസ തിരികെ ഇടുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ വെട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം വിളിച്ചു പറയുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് പ്രഭ. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുന്ന പ്രഭ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് നീ വലിയ ആളായി എന്നുള്ള കരുതലൊന്നും വേണ്ട എന്ന് പ്രഭ പറയുന്നു. ഇതോടെ പ്രഭ എൻ്റെ കൂടെ തല്ലുകൂടാൻ നിൽക്കുകയാണ് എങ്കിൽ വിജയിക്കുകയില്ല. പ്രഭയേക്കാൾ വലിയ കളികൾ കളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ നേർക്ക് വരികയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്നും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മര്യാദയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന പ്രഭയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നിരിക്കുകയാണ്. പക്ഷേ പ്രഭയെ നിയന്ത്രിക്കുന്നതിനായി അരവിന്ദ് വരികയും അച്ഛൻ്റെ മുമ്പിൽ കള്ളത്തരം പിടിക്കപ്പെടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ബാങ്കിൽ നിന്ന് മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പ്രഭ. ഒടുവിൽ പൈസ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി വിശ്വം മുന്നിലേക്ക് പോകുന്നത്. പക്ഷേ പൈസ ഇപ്പോൾ കറക്റ്റ് ആണ് എന്ന് വിശ്വം ഒടുവിൽ അറിയിച്ചതിനെ തുടർന്ന് ഒരുപക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്ക് ആവുമെന്ന് പറയുന്ന അഞ്ജലി ഒടുവിൽ പ്രഭയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. പൈസ മുഴുവൻ തിരികെ ഇട്ടത് നന്നായി എന്ന് വ്യക്തമാക്കുകയും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രഭയ്ക്ക് ഒട്ടും ഇഷ്ടമാകാതെ അവിടെ നിന്ന് മുഖം തിരിച്ചു പോകുന്നു. ഇതേ തുടർന്നാണ് മനുവിനെ ചെന്ന് കാണുന്ന അഞ്ജലി പ്രഭേച്ചിയുടെ കള്ളത്തരം ഞാനൊന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന മനു കൂടെ ഞാനും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അഞ്ജലി എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹയെ കണ്ടെത്തേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്.
അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് എന്നും ദിവ്യ അന്ന് പോയ സ്ഥലങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കൃത്യമായി താൻ നടത്തുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് സ്നേഹ എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിനായി മനുവിന് സാധിക്കുന്നത്. ഉടൻ തന്നെ മനു അഞ്ജലിയെ ചെന്ന് കാണുകയും അഞ്ജലിയോട് സ്നേഹ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയും ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന അഞ്ജലി ഉടൻ തന്നെ അവിടേക്ക് പോകാമെന്ന് വ്യക്തമാക്കുകയും ഇനിയും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇരുവരും അവിടേക്ക് യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് പ്രഭ കയറി വരുന്നത്. പ്രഭ ഇതേ തുടർന്ന് പറയുകയാണ്, നിങ്ങളുടെ കള്ളക്കളികൾ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവ് എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മനുവിൻ്റെ മുന്നിൽ. മാത്രവുമല്ല, ഈ തെളിവുകൾ ഞാൻ വിശ്വത്തെ കാണിക്കും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് അഞ്ജലി പ്രശ്നത്തിൽ ഇടപെടുകയാണ്. തൽക്കാലത്തേക്ക് നിങ്ങളുമായി മൽപ്പിടുത്തത്തിന് നേരമില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി എന്താണ് കാണിക്കാൻ തോന്നുന്നത് അത് കാണിച്ചു കൊള്ളാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഒടുവിൽ സ്നേഹയുടെയും ശരണിൻ്റെയും മുൻപിലേക്ക് എത്തിപ്പെടുകയാണ് അഞ്ജലിയും അതുപോലെ തന്നെ മനുവും. അപ്രതീക്ഷിതമായ ഇരുവരുടെയും കടന്നുവരവ് സ്നേഹയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സ്നേഹയോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മനു ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു എന്ന് സ്നേഹ തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഞെട്ടിപ്പോവുകയാണ് മനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.